പോലീസ് നിരോധനം മറികടന്ന് സന്നിധാനത്തേക്ക് പോകാൻ ശ്രമിച്ചതിനാണ് ബി.ജെ.പി. നേതാവ് കെ സുരേന്ദ്രനെ പോലീസ് അറസ്റ്റ് ചെയ്തത്. കൊട്ടാരക്കര സബ് ജയിലിൽ റിമാൻഡിലായിരുന്ന സുരേന്ദ്രന് കോടതി ജാമ്യം അനുവദിച്ചു. എന്നാൽ വീണ്ടും അറസ്റ്റ് ചെയ്യാൻ പോലീസ് കാത്തുനിൽക്കുകയാണ്. ശബരിമലയിലെ സംഘർഷ സാധ്യത കണക്കിലെടുത്ത് വലിയ നിയന്ത്രണങ്ങളാണ് സന്നിധാനത്തടക്കം പോലീസ് നടപ്പിലാക്കിയിരുന്നത്. രാത്രി സന്ദർശനത്തിനുള്ള സമയം കഴിഞ്ഞാൽ ഒരാളെ പോലും നിലയ്ക്കലിൽ നിന്ന് പോലീസ് കടത്തിവിടുന്നില്ല. ദർശന സമയം കഴിഞ്ഞ് ഇരുമുടിക്കെട്ടുമായി വന്ന സുരേന്ദ്രനെയും പോലീസ് തടഞ്ഞു. കൃത്യനിർവഹണത്തിന് തടസ്സം നിന്നതിന് അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. കെ സുരേന്ദ്രന് പത്തനംതിട്ട മുൻസിഫ് കോടതി ജാമ്യം അനുവദിച്ചു. കർശന ഉപാധികളോടുകൂടിയാണ് സുരേന്ദ്രനും അറസ്റ്റിലായ ബാക്കി 69 പേർക്കും ജാമ്യം നൽകിയത്. ശബരിമല ഉൾപ്പെടുന്ന റാന്നി താലൂക്കിൽ 2 മാസത്തേക്ക് കടക്കാൻ പാടില്ല. 20,000 രൂപയുടെ 2 ആൾജാമ്യവും. ഇതാണ് കോടതിയുടെ ഉത്തരവ്. അതേസമയം കെ സുരേന്ദ്രന് മറ്റൊരു കേസ് വന്നിരിപ്പുണ്ട്. സുരേന്ദ്രനെ അറസ്റ്റ് ചെയ്ത് ഹാജരാക്കാൻ കണ്ണൂർ ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയാണ് ഉത്തരവിട്ടിരിക്കുന്നത്. കണ്ണൂർ പോലീസ് സ്റ്റേഷനിലേക്ക് ബി.ജെ.പി. നടത്തിയ മാർച്ചിൽ കെ സുരേന്ദ്രൻ ഡിവൈഎസ്പിയെയും സിഐയെയും ഭീഷണിപ്പെടുത്തിയിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട കേസിൽ നോട്ടീസ് നൽകിയിട്ടും കെ സുരേന്ദ്രൻ തുടർച്ചയായി ഹാജരാകുന്നതിൽ വീഴ്ച വരുത്തി. ഇതോടെയാണ് ബി.ജെ.പി. നേതാവിനെ അറസ്റ്റ് ചെയ്ത് ഹാജരാക്കാൻ കോടതി ഉത്തരവിട്ടത്. അറസ്റ്റ് വാറന്റ് വന്നതോടുകൂടി ജാമ്യം ലഭിച്ച് പുറം ലോകം കാണാമെന്ന സുരേന്ദ്രന്റെ പ്രതീക്ഷയാണ് ഇല്ലാതാകുന്നത്. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.